സാറേ, വിശാൽ സാറേ, വിശാൽ സാറേ. അതെ അതെ, ഞാനിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഓഫീസിൽ വന്നിട്ട് ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിശാൽ സാറേ വാ. എന്താ? ഒന്ന് വന്നേ, അതൊക്കെ പറയാം. എങ്ങോട്ട്? ഒരു കാര്യം ഉണ്ടെന്നേ, വാ വാ വന്നേ വാ. എങ്ങോട്ടാണെന്ന് പറ. എങ്ങോട്ടാ? അതൊക്കെ പറയാം, വാ വാ. എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? അമേരിക്കയിലെ ഹസ്ബൻഡും വൈഫും ഇങ്ങനെ കൈ പിടിച്ച് നടക്കാറൊന്നുമില്ലേ? എന്ത് ധൈര്യത്തിലവള്? ധൈര്യോ? അവളുടെ ഹസ്ബൻഡ് അല്ലേ വിശാൽ ബ്രോ. സ്വന്തം ഹസ്ബൻഡിന്റെ കൈ പിടിക്കാൻ ആരെങ്കിലും പേടിക്കണോ? ആന്റിയോട് ഞാനൊരു സത്യം പറയട്ടെ, ഭർത്താവിന്റെ കൈയും പിടിച്ച് നടക്കുമ്പോഴേ വല്ലാത്തൊരു ധൈര്യം കിട്ടും ഭാര്യമാർക്ക്. ആന കുത്താൻ വന്നാലും പട്ടി കടിക്കാൻ വന്നാലും പേടിക്കാനില്ല എന്നൊരു ധൈര്യം. പക്ഷേ അങ്ങനെ ഒരു ഭർത്താവ് ആയിരിക്കണോ അത്? നല്ല ചങ്കുറപ്പുള്ള ഭർത്താവ്, വിശാൽ ബ്രോയെ പോലെ. എന്താ? വാ ദേ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മനുഷ്യരെ പോലെ തന്നെയാ ചെടികളും. നോക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായ വാടിയത് വീണ്ടും തളിർക്കും. നിന്റെ കോൺഫിഡൻസ് കണ്ടുകൊണ്ട് അന്ന് ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ? അതുകൊണ്ട് ഇതിന്റെ പകുതി ക്രെഡിറ്റ് എനിക്കുള്ളതാ. പകുതിയല്ല, മുഴുവനും സാറിനുള്ളതാ. വിശാൽ സാറ് നിർബന്ധിച്ചതുകൊണ്ട് മാത്ര ഇതിനെ പരിപാലിക്കാൻ അപ്പച്ചി സമ്മതിച്ചത്. സാറ് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇതിനെ പിഴുതു കളയുമായിരുന്നു. ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം മരിക്കാറായ ഇതിന് ജീവൻ നൽകിയ ഡോക്ടറാ വിശാൽ സാറ്. അപ്പോ പാർവതിയോ? സമയാസമയം മരുന്ന് നൽകിയ നഴ്സ്. എന്താ എത്ര ചിരിക്കാൻ? ആന്റി പിഴുതുകളയാൻ പറഞ്ഞ ചെടിയായത് ദേ തളിർത്തു. ഓ, ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഒരു ജീവൻ നിലനിർത്തുന്നത് അത്ര നിസ്സാരമാണ് ആന്റി. ആന്റി ആന്റി ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ സൂക്ഷിക്കാനോ? എന്തിന്? ഇതേ ദൈവം കാണിച്ചു തന്നൊരു സൂചന ആന്റി. വാടിക്കരിഞ്ഞ ഈ ചെടി വീണ്ടും തളിരണിഞ്ഞതുപോലെ വിശാൽ പാർവതി പ്രണയവും വീണ്ടും തളിർക്കുന്നതിന്റെ ശുഭസൂചനയായത്. വെറുതെ തളിർക്കുക മാത്രമല്ല, പടർന്ന് പന്തലിച്ച് നിറയെ പൂവിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ നോക്കി കൊഞ്ഞനം കാട്ടി ചിരിക്കും. അതൊക്കെ വെറും സ്വപ്നങ്ങളല്ലേ? സ്വപ്നം കാണാൻ കാശു ചെലവില്ലല്ലോ. സ്വപ്നം കാണാൻ കാശ് ചെലവാക്കണമെങ്കിലേ പാർവതി അത് ചെലവാക്കി തന്നെ സ്വപ്നം കാണും. അതിനുള്ള കാശൊക്കെ പാർവതിയുടെ കയ്യിലുണ്ടല്ലോ. വിശാൽ ഗോപിനാഥിന്റെ ഭാര്യ ആയതോടുകൂടി കോടികളല്ലേ താനെ കയ്യിൽ വന്ന് ചേർന്നത്, അല്ലേ പാർവതി? അത് പഴങ്കഥ. പുതിയ കഥ പ്രകാരം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാ. അതിന്റെ മുന്നോടിയായി ഭംഗിയുള്ളൊരു ഫ്ലെക്സ് പുറത്തെ ചുവരിലൊട്ടിച്ചു വെക്കാൻ ഞാൻ വേണമെങ്കിൽ പറയാം. വിശാൽ വെഡ്സ് ജാസ്മിൻ എന്ന്. അതിലേക്കൊരു 5 മിനിറ്റ് നോക്കി നിന്നാ കണ്ടത് വെറും പാഴ്സ്വപ്നമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. വിശാൽ ബ്രോ ഇങ്ങനെ മിണ്ടാതെ കേട്ട് നിൽക്കുന്നത് കൊണ്ടാ ആന്റി ഒരു ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ
ലൈഫ് ഞാൻ തീരുമാനിക്കുമെന്ന് വിശാൽ ബ്രോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഈ കുടുംബത്തിൽ ഇപ്പൊ ഉള്ളൂ. എന്റെ ലൈഫ് ഞാൻ തീരുമാനിക്കുമെന്ന് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്ന ആള് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. നെഞ്ചും വിരിച്ചു നിന്ന് ഹീറോയിനായിട്ട് പറയണം ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അല്ലാതെ നാണം കെടാനൊന്നും എനിക്ക് വയ്യ. വിശാൽ ബ്രോ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ഒരു വാക്ക് മാത്രം മതി. അത് പറഞ്ഞാ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം പടർന്ന് പന്തലിച്ച് പൂവിടും. ഇനി മണിക്കൂറുകളേ ഉള്ളൂ നിന്റെ വിശാൽ സാറ് നിന്റെ ഭർത്താവല്ലാതായി മാറാൻ. അത് നീ ഓർത്തോ. നമസ്തേ തിരുമേനി. നമസ്കാരം. എന്താ തിരുമേനി, അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞല്ലോ, വീട്ടിലേക്ക് വരാമായിരുന്നല്ലോ. ആ ഭവന പരിസരത്ത് പോലും നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പ്രശ്നത്തിൽ തെളിഞ്ഞത് പ്രകാരം ആ ഭവനം ഉടൻ ഉപേക്ഷിക്കണം. പൂജ ചെയ്താൽ മാറാവുന്ന ദോഷങ്ങളല്ല അവിടെയുള്ളത്. തിരുമേനി പറഞ്ഞു വരുന്നത്? അല്ല, ഇതാരാ മനസ്സിലായില്ലല്ലോ. എന്റെ അനുജന പ്രതാപൻ. കൂർമ്മബുദ്ധിയും വക്രതയുമാണ് മുഖലക്ഷണം. എന്റെ മുഖലക്ഷണം പറയാതെ തിരുമേനി വിഷയത്തിലേക്ക് വന്നാട്ടെ. വിശാലിന്റെ ജാതകത്തിൽ വ്യാഴമണ്ഡലത്തിന്റെ സാന്നിധ്യം ഏറെയുണ്ട്. കപാലീശ്വരന്റെ നടയിൽ തൊഴുതു നിന്നപ്പോ മനക്കണ്ണിൽ തെളിഞ്ഞത് ആ ഭവനവും വിശാലിന്റെയും ഗോപിനാഥിന്റെയും മുഖങ്ങളുമാണ്. ശുഭകരമല്ലാത്ത ദൃശ്യങ്ങളായിരുന്നു എല്ലാം. ആ ലക്ഷണഫലം ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. വിശദീകരിക്കാം. കപാലീശ്വരൻ ആരാണെന്നറിയാലോ? ബ്രഹ്മശിരസുമായി ഭിക്ഷാടനത്തിനിറങ്ങിയ മഹാദേവൻ, സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. ആ അവതാര നടയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞ ഫലമാണ് ഞാൻ പറഞ്ഞത്. എത്രയും വേഗം ആ ഭവനം ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ അവിടെയുള്ളവർ ഭിക്ഷാടനത്തിന് പോലും ഇറങ്ങേണ്ടി വരുമെന്നുള്ളത് സത്യമായ കാര്യം. ഇതിന് മറ്റു പരിഹാരമാർഗങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യോ തിരുമേനി. അല്ല, വിശാലിന്റെ വിവാഹം നടക്കാൻ പോവുക, അതിനിടയിൽ വീട് മാറുക എന്നൊക്കെ പറഞ്ഞ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ജാതകത്തിലുള്ളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ശക്തി കുറയ്ക്കാൻ മാത്രമേ പരിഹാര മാർഗത്തിലൂടെ സാധിക്കൂ. ആ അല്ല, ചേച്ചി, ആ തിരുമൽപ്പാട് പറഞ്ഞ അച്ചട്ട പരീക്ഷിക്കാൻ നിൽക്കണ്ട ചേച്ചി. അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. ഗോപിയേട്ടന്റെ തറവാട് വീട് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞു കിടക്കുക. അത് തൂത്തു തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതി. ദേ, നീ ആരെങ്കിലും കൂട്ടിപ്പോയിട്ട് അതൊന്ന് ചെയ്യിപ്പിച്ചേ. എടാ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താമസം മാറണം. അമ്മയും അളിയനൊക്കെ സമ്മതിക്കുമെന്നാ?
അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ ഞാൻ പറഞ്ഞ കാര്യം പോയി ചെയ്യ്. പറ്റിയ ഇന്ന് തന്നെ നമുക്ക് മാറണം. ഹാ, രവിയേട്ടനാണല്ലോ വിളിച്ചത്. ഹലോ, ആ രവിയേട്ടാ. വാട്ട്? എന്താ സുശീലേ, നീ എന്താ വല്ലാതിരിക്കുന്നത്? ആരാ വിളിച്ചത്? രവിയേട്ടനാ. ഈ വീട്ടില് കാലുകുത്തിയത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാ പ്രവേശി. ഇപ്പൊ എന്താ ഉണ്ടായത്? അത് നീ പറ. രവിയേട്ടനെ ബിസിനസ് പാർട്ട്ണർ ചതിച്ചു. അയ്യോ, രവിയേട്ടൻ അറിയാതെ കമ്പനിയുടെ ഭൂരിഭാഗ ഷെയർസും അയാൾ മറിച്ചു വിറ്റു. രവിയേട്ടനകത്ത് തകർന്നിരിക്കുക. കഷ്ടകാലം എന്നല്ലാതെ വേറെന്ത് പറയാന്? പൂജാ സമയത്ത് കണ്ട ദുശകനങ്ങളെല്ലാം നിനക്ക് കൂടെ ബാധകമായിരിക്കുന്നു. ഛേ, ആ പാർവതിയുടെ കൂടെയാണല്ലോ സകല ഈശ്വരന്മാരും. ഞാൻ പറഞ്ഞില്ലേ, അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാതെ നമ്മുടെ കഷ്ടകാലം ഒരിക്കലും തീരില്ല. ഇല്ല, രവിയേട്ടന് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വിധവയാകും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തണം. തിരിച്ചു പോയേ പറ്റൂ. ഒറ്റ ദിവസം കൊണ്ട് താമസം മാറണമെന്ന് തിരുമുൽപ്പാട് പറഞ്ഞപ്പോ ഗോപിയേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതായിരുന്നു എന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ. ദൈവാനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അമ്മയും ഗോപിയേട്ടനും കൂടി ഉടനെ ഇങ്ങെത്തും. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കല്യാണമായി. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത് അത്ര ഈസി അല്ല ആന്റി. നീ എന്താ ഈ പ്രഭാവതിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞൊടിയിടയ്ക്കുള്ളില് ഈ വീടിന്റെ മുഖഛായ ഞാൻ മാറ്റിത്തരാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രത്യേകം പ്രതാപനോട് പറഞ്ഞിട്ടുണ്ട്. അവനത് ഏൽക്കുകയും ചെയ്തു. ഡെക്കറേഷനുള്ള ആൾക്കാരുമായിട്ട് അവൻ ഉടനെ ഇങ്ങെത്തും. എന്താ പാർവതി, ഈ വീട് ഇഷ്ടായോ? നല്ല ചോദ്യം. എന്നെ പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള വീടൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയില്ല.
വീടാണോ? കൊട്ടാരമില്ലേ? ആ വീടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഈ വീടാ. ഈ വീടിനും ഇതിന്റെ മുക്കിനും മൂലയ്ക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്റെ ബാല്യ കൗമാരങ്ങളുടെ കഥ. സമയം കിട്ടുമ്പോ ഞാനെല്ലാം പറഞ്ഞുതരാം. പാർവതി, നിനക്കെന്താ വിശാലമായിട്ടൊരു രഹസ്യം പറച്ചില്? അടുക്കളയിൽ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും കൊണ്ടുവന്നേ. ദേ അവിടെ അടുക്കള. കണ്ണ് തെറ്റിയ അവൾ അവന്റെ അടുത്തെത്തും. ജതിൻ, ആന്റി, മോനെ, മേക്കപ്പ് കഴിയുമ്പോഴേക്കും നീ പോയി ജാസ്മിനെ കൂട്ടിക്കൊണ്ടുവരണം. രാത്രി ഫംഗ്ഷന് വേണ്ടി ഒരുക്കാനുള്ളതാ. ഗസ്റ്റുകൾ വന്നു തുടങ്ങിയ പിന്നെ ഒന്നിനും സമയം കാണില്ല. ശരി ആന്റി, ഞാൻ പോട്ടെ. ആ സരളേ, എന്താ മാഡം? നീ ഒരു കാര്യം ചെയ്യ. കർട്ടൺ ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വരുമ്പോഴേക്കും ആ സ്റ്റിച്ചിങ് സെന്ററിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കർട്ടൺ ക്ലോത്തുകൾ വാങ്ങിക്കൊണ്ടുവരണം. ആ ദേ, ഡ്രൈവർക്ക് സ്ഥലം അറിയാം. ആ ശരി മാഡം. ഞാനും വരുന്നു. എനിക്ക് ചെറിയൊരു പേർച്ചേസ് ഉണ്ട്. ശരി, നീ വേഗം വരണം. ബാ. മോനെ വിശാൽ, നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാവാൻ പോവാ. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വെറുതെ മനസ്സ് കൺഫ്യൂസ്ഡ് ആക്കരുത്. മോന്റെ നല്ലതിന് വേണ്ടി അല്ലാതെ ഈ അമ്മ ഒന്നും ചെയ്യില്ലെന്നറിയില്ലേ? ദേ ചെല്ല്, മുറിയിൽ പോയിന്ന് ഫ്രഷ് ആവും. ഗസ്റ്റുകളൊക്കെ വരാറായി. ചെല്ലടാ. വിശാലേട്ടാ, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അല്ലേ അമ്മേ?